السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ പാഠം അൽ ഹനീനു ഇല ഷഹാദത്തി. പാഠം അൽ ഹനീനു ഇല ഷഹാദ. മനസ്സിലായോ? രക്തസാക്ഷ്യത്തിലേക്ക് ആഗ്രഹിക്കുക, രക്തസാക്ഷ്യം കൊതിക്കുക, ഇച്ഛിക്കുക. മനസ്സിലായോ? അപ്പൊ ഹനീൻ എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്നവൻ. മനസ്സിലായോ? ഹന്നയതിനു ഇച്ഛിക്കുക, അൽ ഹനീൻ ഇച്ഛിക്കുന്നവൻ, ആഗ്രഹിക്കുന്നവൻ. മനസ്സിലായോ? കൊതിക്കുന്നവൻ. എന്തിലേക്ക്? ഇല ഷഹാദത്തി, രക്തസാക്ഷ്യത്തിലേക്ക്. അതായത് രക്തസാക്ഷിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, കൊതിക്കുന്ന ഒരാൾ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചപ്പോൾ എന്തുദ്ദേശിച്ചു? അൽ ഖുറൂജ, പുറപ്പെടുക. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൂജിനെ ഉദ്ദേശിച്ചപ്പോൾ, ഇസ്ലാമിലുള്ള ഖുറൂജ്, പുറത്തു പോവലിനെ റസൂൽ പുറപ്പെടാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചപ്പോൾ എന്തിലേക്ക്? ഇലാ ബദരിൻ, ബദരിലേക്ക്, ബദർ യുദ്ധത്തിലേക്ക് റസൂല് പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് ബദറിലേക്ക് പുറപ്പെടുന്നത്? മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? യുദ്ധം ചെയ്യാൻ വേണ്ടി. ആരോട്? അൽ മുശ്രിക്കീങ്ങളോട്, ബഹുദൈവാരാധന നടത്തുന്നവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ ഖറജ, പുറപ്പെട്ടു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഖറജ ഗുലാമുൻ, കുട്ടി പുറപ്പെട്ടു. മനസ്സിലായോ? ഒരു കുട്ടിയും എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഇസ്മുഹു, ആ കുട്ടിയുടെ പേരെന്താണ്? ഉമൈർ ബിനു അബീ വഖാസ്. മനസ്സിലായോ? ആ കുട്ടിയുടെ പേര് ഉമൈർ ബിനു അബീ വഖാസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ ഉമൈർ ബിനു അബീ വഖാസ് എന്ന കുട്ടി കൂടെ റസൂലിനോടൊപ്പം പുറപ്പെട്ടു. ആ കുട്ടിയുടെ ഉമൈർ ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സാകുന്നത്, ആ കുട്ടിയുടെ വയസ്സാകുന്നത് 16 സനതൻ, 16 ആകുന്നു. എത്രയാണ്? ആ കുട്ടിയുടെ വയസ്സ് 16 വയസ്സാകുന്നു. മനസ്സിലായോ? അപ്പൊ 16 വയസ്സിൽ ഉള്ള ഉമൈർ ബിനു അബീ വഖാസ് എന്ന സ്വഹാബിയും കൂടെ റസൂലിനോടൊപ്പം പുറപ്പെട്ടു. ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖാഫു, പേടിക്കുന്നവനായിരുന്നു. എന്തിനിക്ക്? അല്ലാ യഖ്ബലുഹുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാതിരിക്കുമോ എന്ന് പേടിച്ചവനായിരിക്കുന്നു. ആരെ? ഉമൈർ ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യുദ്ധത്തിന് പങ്കെടുക്കാൻ അനുവദിക്കുമോ, തന്നെ യുദ്ധത്തിലേക്ക് സ്വീകരിക്കുമോ, തന്നെ യുദ്ധത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമോ എന്ന് ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിരുന്നു, പേടിച്ചിരുന്നു. മനസ്സിലായോ? അല്ലാ യഖ്ബലഹു, കൂട്ടാതിരിക്കലിനെ. മനസ്സിലായോ? റസൂല് ആരെ? ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൽ കൂട്ടാതിരിക്കുമോ എന്നതിനെ എന്താക്കിയിരുന്നു? ഭയപ്പെട്ടിരുന്നു. അല്ലാതെ കൂട്ടുമോ എന്ന് ഭയപ്പെടുകയല്ല. അപ്പൊ രണ്ട് വ്യത്യാസമുണ്ട്. കൂട്ടാതിരിക്കാൻ ഭയപ്പെടുക എന്ന് പറഞ്ഞാല് തന്നെ കൂട്ടരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇതെന്താണ്? കൂട്ടാതിരിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. മനസ്സിലായോ? അപ്പൊ കൂട്ടണം എന്ന ആഗ്രഹമായിരുന്നു ആർക്കുള്ളത്? ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? റസൂൽ ആരെ? ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൽ കൂട്ടാതിരിക്കാനുള്ള കാരണം, അങ്ങനെ പേടിക്കാനുള്ള കാരണം എന്താ? ലിയന്നഹു സഗീറുൻ, ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സഗീറുൻ, കുട്ടിയാണ്. 16 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. ആരെ? ഒരു കുട്ടിയാണ്. ആരെ? ഉമൈർ ബിൻ അബീ വഖാസ്. അക്കാരണം കൊണ്ട് തന്നെ യുദ്ധത്തിൽ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പേടിച്ചിരുന്നു. വകാന, ആ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യജ്തഹിദു, പരിശ്രമിക്കുന്നവനായിരുന്നു. മനസ്സിലായോ? ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശ്രമിക്കുന്നവനായിരുന്നു. എന്തിനേക്ക്? അല്ലാ യറാഹു അഹദുൻ,
തന്നെ ആരും കാണാതിരിക്കലിനെ അദ്ദേഹം പരിശ്രമിക്കുന്നവനായിരുന്നു. തന്നെ ആരും കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അത് കഷ്ടപ്പെടുന്ന ആളായിരുന്നു ആര്? ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവുന്നുണ്ടല്ലോ. ഉമൈർ ഇബ്നു അബീ വഖാസ് എന്ന സ്വഹാബി അദ്ദേഹം ചെറിയ കുഞ്ഞു കുട്ടിയാകുന്നു. അക്കാരണം കൊണ്ട് തന്നെ അദ്ദേഹമായിരുന്നു പരിശ്രമിക്കുന്നവനായിരുന്നു, അഹോരാത്രം ശ്രമിക്കുന്നവനായിരുന്നു. എന്തിനേക്ക്? അല്ലാഹു അഹദുൻ, ആരും അദ്ദേഹത്തെ കാണാതിരിക്കലിനെ പരിശ്രമിക്കുന്നവനായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും ആൾക്കൂട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്ററിൽ പോയിട്ട് എന്താകും? ഒളിഞ്ഞിരിക്കും. മനസ്സിലായി? അല്ലാതെ എല്ലാവരും കൂട്ടം കൂടി നടക്കുമ്പോൾ അതിന്റെ സെന്ററിൽ കൂടി ഇങ്ങനെ നടന്ന് നെഞ്ചു പിരിച്ച് പോകുന്നല്ല. മനസ്സിലായോ? അപ്പൊ ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പരിശ്രമിക്കുന്നവനായിരുന്നു. കാരണം എന്ത്? കണ്ടാല് പുറത്താക്കും. മനസ്സിലായോ? കണ്ടില്ലെങ്കിൽ എന്താ? യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. അപ്പൊ അതിനു വേണ്ടി ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫകാന, അദ്ദേഹമായിരുന്നു യതവാറ, ഒളിഞ്ഞിരിക്കുന്നവനായിരുന്നു. ഒളിഞ്ഞിരിക്കുന്നവനായിരുന്നു ആര്? ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. വലാകിൻ, പക്ഷേ റആഹു അഖൂഹു, അദ്ദേഹത്തെ കണ്ടു. അഖാഹു, അഖൂഹു, തന്റെ സഹോദരൻ. മനസ്സിലായോ? വലാകിൻ, പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും വലാകിൻ, പക്ഷേ റആഹു, അദ്ദേഹത്തെ കണ്ടു. ആര്? അഖൂഹു, തന്റെ സഹോദരൻ അദ്ദേഹം ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അൽ അക്ബറു അഖൂഹുൽ അക്ബറു, വലിയ സഹോദരൻ. മനസ്സിലായോ? ജ്യേഷ്ഠ സഹോദരൻ കണ്ടു. ആരാണത്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ അനുജനെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതായ അവസ്ഥയിൽ കണ്ടു. ഫഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു മാലക യാ അഖി, എന്താ നിന്റെ കുഴപ്പം? സഹോദര, മാലക യാ അഖി, എന്താ നിന്റെ കുഴപ്പം എന്ന് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ആര് ചോദിച്ചു? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ജ്യേഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്തൊരു കാര്യം കൊണ്ടാണ് നീ ഒളിഞ്ഞിരിക്കുന്നത്? മനസ്സിലായോ? ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്തൊരു വസ്തുവിനിക്ക് വേണ്ടി, ഏതൊരു കാര്യനേട്ടത്തിന് വേണ്ടിയാണ് നീ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഉമൈർ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല ഉമൈറുൻ, അപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. എന്തിനെ ഭയപ്പെടുന്നു? യറുദ്ദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മടക്കലിനെ. മനസ്സിലായോ? എന്താ യറുദ്ദു? എന്നെ മടക്കലിനെ, എന്നെ തിരിച്ചയക്കുമെന്ന് അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. യറുദ്ദനി, എന്നെ മടക്കും. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തിരിച്ചയക്കും എന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അഖാഫു, ഭയപ്പെടുന്നു. കാരണം എന്താ? ഫഇന്നി സഗീർ, ഞാനൊരു ചെറിയ കുട്ടിയാണല്ലോ. അക്കാരണം കൊണ്ട് റസൂൽ എന്ത് ചെയ്യും? എന്നെ യുദ്ധത്തിൽ നിന്ന് വിലക്കും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അഖാഫു, ഭയപ്പെടുന്നു. ഏതവസ്ഥയിൽ? ഈ യുദ്ധത്തിന് പോകാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഉഹിബ്ബു, ഇഷ്ടപ്പെടുന്നു. മനസ്സിലായോ? പക്ഷെ റസൂൽ എന്താണ്? ഞാൻ ചെറിയ കുട്ടിയാണ് എന്ന കാരണം കൊണ്ട് എന്നെ ഒഴിവാക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു ആയേക്കാം, എനിക്ക് കനിഞ്ഞു നൽകുന്നവനായേക്കാം, അശ്ശഹാദത, രക്തസാക്ഷിത്വം. മനസ്സിലായോ? രക്തസാക്ഷിയാവാനുള്ള പദവി എനിക്ക് അല്ലാഹു തആല ആയേക്കാം. എങ്ങനെ ആയേക്കാം? എനിക്ക് നൽകുന്നവനായേക്കാം, അല്ലാഹു എനിക്ക് നൽകുന്നവനായേക്കാം. എന്ത്? ഷഹാദത, ഷഹീദാവാമെന്ന പദവി എനിക്ക് അല്ലാഹു നൽകിയേക്കാം. മനസ്സിലായോ? പക്ഷേ റസൂല് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് തന്നെ വിലക്കുന്നു. അത് ഞാൻ എന്ത് ചെയ്യുന്നു? പേടിക്കുന്നു, ഭയപ്പെടുന്നു എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ ജ്യേഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോ കാന കമാ ഖാഫ ഉമൈർ, കാന ആയിരുന്നു, എന്തായിരുന്നു? കമാ ഖാഫ ഉമൈർ, ഉമൈർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട പോലെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. മനസ്സിലായോ? കാന സാഹചര്യമായിരുന്നു. കമാ ഖാഫ ഉമൈർ, ഉമൈർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടതുപോലെയായിരുന്നു കാര്യങ്ങളുടെ അവസ്ഥ. കാര്യങ്ങൾ കിടക്കുന്നത് ഉമൈർ റളിയല്ലാഹു അൻഹു എന്താണോ കണ്ടത്, എന്താണോ പേടിച്ചത്, അതേപോലെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. മനസ്സിലായോ? എന്താന്ന് നോക്കാം. ലമ്മാ നദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയപ്പോൾ,
ലമ്മാ നദറ നോക്കിയപ്പോൾ ആരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ ആരിലേക്ക് ഇലൈഹി ഉമൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ റഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി കണ്ടു അന്നഹു സഗീറുൻ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മനസ്സിലായോ? റസൂൽ ആരെ നോക്കിയപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോൾ കണ്ടു എന്ത് അന്നഹു സഗീറുൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുട്ടിയാണെന്ന് റസൂൽ കണ്ടു മനസ്സിലാക്കി. അപ്പോ വൽ ഹർബു യുദ്ധമാണെങ്കിലോ വൽ ഹർബു യുദ്ധമാകുന്നത് ലൈസത്ത് മിൻ ശുഅലിൽ അത്ഫാൽ. മനസ്സിലായോ? ശുഅലു ജമ അശ്യാൽ ശുഅലു ജമ അശ്യാൽ ലൈസത്തിൽ ഹർബു ഈ യുദ്ധമല്ല എന്ത് മിൻ ശുഅലിൽ അത്ഫാൽ കുട്ടികൾ ചെയ്യേണ്ട കാര്യമല്ല. മനസ്സിലായോ? കുട്ടികളിയല്ല ഏത് യുദ്ധം എന്നുള്ളത്. ലൈസത്തിൽ ഹർബു ലൈസൽ ഹർബു അൽ ഹർബു ഹർബാകുന്നത് ലൈസത്ത് അതല്ല മീൻ ശുഅലിൽ അത്ഫാലി കുട്ടിക്കളിയിൽ പെട്ടതല്ല ഏത് യുദ്ധം എന്നുള്ളത്. മനസ്സിലായോ? യുദ്ധം കുട്ടിക്കളിയല്ല. വൽ ഇൽമാൻ മനസ്സിലായോ? കുട്ടികളുടെ കളിയല്ല. ഈ ഉലാമു ജമ ഇൽമാൻ ശുഅലി അശ്യാലി അപ്പൊ കുട്ടികളുടെ കളിയല്ല ഏത് യുദ്ധം എന്നുള്ളത്. വമാ യസ്നഊന ഫിൽ അർബി യുദ്ധത്തിൽ ഉണ്ടാവുന്ന ഒന്നാകുന്നത് അതെന്താണ്? യുദ്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ യുദ്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാകുന്നത് അതാകുന്നത് അത് വലുതാണ്. അലരിജാലി പുരുഷന്മാർക്ക് പോലും അതെന്താകുന്നു അത് വലിയ വലിയ കാര്യങ്ങളാകുന്നു. മനസ്സിലായോ? കാരണം അമ്പും വില്ലും ആയുധങ്ങളെ കൊണ്ടുള്ള കളിയാണ്. മനസ്സിലാവും? തീർച്ചയായും അത് ഏത് ആ ഹർബാകുന്നത് അത് പുരുഷന്മാരുടെ മേൽ പോലും അത് തീർച്ചയായും വലിയ കാര്യമാണ്. അപ്പൊ ഈ കുട്ടിക്കളിയല്ല ഏത് യുദ്ധം എന്നുള്ളത്. കുട്ടിക്കളിയല്ല യുദ്ധം എന്നുള്ളത്. തീർച്ചയായും ആ യുദ്ധം എന്നുള്ളത് അത് വലുതാണ്. അലരിജാലി ആർക്ക് പോലും ആണുങ്ങൾക്ക് പോലും പുരുഷന്മാർക്ക് പോലും അത് വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് അത് താങ്ങാൻ സഹിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ വലാകിന ഉമൈർ റളിയല്ലാഹു അൻഹു മനസ്സിലായോ? വലാകിന ഉമൈർ പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹു അഹബ്ബ ഇഷ്ടപ്പെട്ടില്ല അയ്യൻസരിഫ പിരിഞ്ഞു പോവാൻ. ഇൻസറഫ യൻസരിഫു പിരിഞ്ഞു പോവാൻ റസൂൽ ഉമൈർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല, തൽപരനായില്ല. പിന്നെ എന്ത് വയഖുദ ഫിൽ ബൈത്തി വീട്ടിൽ ഇരിക്കാനും. മനസ്സിലായോ? വയഖുദ ഫിൽ ബൈത്തി വീട്ടിൽ ഇരിക്കാനും ഉമൈർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ എന്തിനും ഇഷ്ടപ്പെട്ടില്ല? ഔ യലഅബ മഅ തന്റെ സമപ്രായക്കാരോടൊപ്പം കളിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്റെ സമപ്രായക്കാരോടൊപ്പം കളിക്കാനും ആരിഷ്ടപ്പെട്ടിട്ടില്ല? ഉമൈർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? കൂട്ടുകാരോട് കളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഫിൽ മദീനത്തി അങ്ങാടിയിൽ പോയി കൂട്ടുകാരോടൊപ്പം കളിക്കാനും ഉമൈർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിട്ടില്ല. വഇന്നഹു തീർച്ചയായും അദ്ദേഹം നിശ്ചയമായും ഉദ്ദേശിക്കുന്നുണ്ട് ഷഹാദത ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള രക്തസാക്ഷിയാവാൻ ആരുദ്ദേശിക്കുന്നു? തീർച്ചയായും ആരുദ്ദേശിക്കുന്നു? ഉമൈർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നു. വലാകിന ഉമൈറൻ പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹു ലാ യഅസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസായാസി അനുസരണക്കേട് കാണിക്കുക. മനസ്സിലായോ? അസായാസി ആരെ പക്ഷേ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിയായ ഷഹീദാവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ റസൂല് ഇങ്ങനെ വിലക്കുകയും ചെയ്യുമ്പോൾ വലാകിന ഉമൈർ റളിയല്ലാഹു അൻഹു ലാ യഅസി അനുസരണക്കേട് കാണിച്ചില്ല. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കയർത്ത് സംസാരിക്കുകയോ മറ്റും അനുസരണക്കേടോ ആര് കാണിച്ചില്ല? ഉമൈർ റളിയല്ലാഹു അൻഹു കാണിച്ചില്ല. വലാ യുആനിദു റസൂലിനെ എതിർക്കുകയും ചെയ്തിട്ടില്ല. മനസ്സിലായോ? റസൂലിനെ എതിർക്കുകയും ഉമൈർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. തീർച്ചയായും
തീർച്ചയായും അദ്ദേഹം ലായുരീദു ആരെ തീർച്ചയായും ഇന്നഹു തീർച്ചയായും ഉമേർ റളിയല്ലാഹു അൻഹു ലായുരീദു ഉദ്ദേശിക്കുന്നില്ല ഇല്ലാ റിളാ അല്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ ആരും ഉദ്ദേശിക്കുന്നില്ല ഉമേർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നില്ല വഹൽ യനാലു റിളാ അല്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തിയെ എത്തിക്കുമോ ഹൽ യനാലു എത്തിക്കുമോ എന്തിനെ റിളാ അല്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തിയെ എത്തിക്കുമോ ഇദാ ആസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് കാണിച്ചാൽ അനുസരണക്കേട് കാണിച്ചാൽ ഇദാ ഹൽ യനാലു എത്തിക്കുമോ എന്ത് ഇദാ അല്ലാഹുവിന്റെ തൃപ്തിയെ എത്തിക്കുമോ എപ്പോൾ ഇദാ ആസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചാൽ അല്ലാഹുവിന്റെ തൃപ്തി എത്തിക്കുമോ അബദാ ഒരിക്കലും ഇല്ല. മനസ്സിലായോ? കാന ഉമേർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഫീ ഹൈറത്തിൻ വെപ്രാളത്തിലായിരുന്നു ആര് ഉമേർ റളിയല്ലാഹു അൻഹു വഹുസിനിൻ ശദീദിൻ ശക്തമായ പ്രയാസത്തിലുമാണ് ആര് ഉമേർ റളിയല്ലാഹു അൻഹു വഹുവ തീർച്ചയായും അദ്ദേഹം ഉമേർ റളിയല്ലാഹു അൻഹു ലം യബ്ലു സിന്നൽ ഖിതാൽ യുദ്ധത്തിനുള്ള പ്രായം അദ്ദേഹം എത്തിച്ചിട്ടില്ല. വലം യബ്ലു അദ്ദേഹം എത്തിച്ചിട്ടില്ല എന്തിനെ സിന്നൽ ഖിതാലി യുദ്ധം ചെയ്യാനുള്ള പ്രായം ആരെത്തിച്ചിട്ടില്ല ഉമേർ റളിയല്ലാഹു അൻഹു എത്തിച്ചിട്ടില്ല. വലാകിന്നഹു പക്ഷേ അദ്ദേഹം യഹിന്നു അദ്ദേഹം ആശിക്കുന്നു ആഗ്രഹിക്കുന്നു ഇച്ഛിക്കുന്നു. മനസ്സിലായ? അന്ന യഹിന്നു ആശിക്കുക ഇച്ഛിക്കുക. മനസ്സിലായോ? ആഗ്രഹിക്കുക. തീർച്ചയായും അദ്ദേഹം അങ്ങനെ യുദ്ധത്തിന്റെ പ്രായമൊന്നും എത്തിച്ചിട്ടില്ലെങ്കിലും വൈന്നഹു യഹിന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ആശിക്കുന്നു ഇച്ഛിക്കുന്നു എന്തിനേക്ക് ഷഹാദത്തി രക്തസാക്ഷിയാവാൻ ആരുദ്ദേശിക്കുന്നു ഉമേർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നു. അന്ന ഇലാന്ന് പറഞ്ഞാൽ ആശിക്കുക. മനസ്സിലായോ? ഇച്ഛിക്കുക. അപ്പൊ വയഹിന്നു ഇല അദ്ദേഹം എന്ത് ചെയ്യുന്നു ആശിക്കുന്നു എന്തിനെ ഷഹാദത്തി ഈ രക്തസാക്ഷിയാവുന്നതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിയായി ആഗ്രഹിക്കുന്നു ഇച്ഛിക്കുന്നു. മനസ്സിലായോ? പിന്നെ എന്തിലേക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാനും ആരിഷ്ടപ്പെടുന്നു ഉമേർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നു. മനസ്സിലായോ? അന്ന ഇലാന്ന് പറഞ്ഞാൽ ആശിക്കുക ഇച്ഛിക്കുക. അപ്പൊ ഇതിലേക്ക് അങ്ങനെ സ്വർഗത്തിലേക്ക് ആരിച്ചിക്കുന്നു ഉമേർ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നു. ആ സ്വർഗത്തിനെ ആര് കാണുന്നു ഉമേർ റളിയല്ലാഹു അൻഹു കാണുന്നു. ഉമേർ റളിയല്ലാഹു അൻഹു സ്വർഗത്തെ കാണുന്നു. വിദൂരമല്ലാത്ത ഒരു അവസ്ഥയിൽ. മനസ്സിലായോ? സ്വർഗം അടുത്തുണ്ട് എന്ന് ആര് കാണുന്നു ഉമേർ റളിയല്ലാഹു അൻഹു കാണുന്നു. മനസ്സിലായോ? സ്വർഗം അടുത്തുണ്ട് അത് ദൂരെയല്ല. മനസ്സിലായോ? ആ അവസ്ഥയിൽ ഉമേർ റളിയല്ലാഹു അൻഹു സ്വർഗത്തെ കാണുന്നു. വലാകിൻ എങ്ങനെ പക്ഷേ കൈഫ യസിലു ഇലൈഹ ആ സ്വർഗത്തിലേക്ക് കൈഫ യസിലു ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് എത്തുക വഹുവ ഏതവസ്ഥയിൽ എങ്ങനെയാ സ്വർഗം ലഭിക്കുക യുദ്ധത്തിൽ പങ്കെടുത്ത് എന്നിട്ട് ഷഹീദായി മരിക്കുന്നതോടുകൂടെ സ്വർഗത്തിൽ ലഭിക്കും. പക്ഷെ എങ്ങനെ സ്വർഗം കരസ്ഥമാകും? കാരണം എന്ത് അദ്ദേഹം ഉമേർ റളിയല്ലാഹു അൻഹു ലം യബ്ലു സിന്നൽ ഖിതാൽ യുദ്ധം ചെയ്യാനുള്ള പ്രായം ആരെത്തിച്ചിട്ടില്ല ഉമേർ റളിയല്ലാഹു അൻഹു ആയിട്ടില്ല. മനസ്സിലായോ? അഥവാ യുദ്ധം ചെയ്യാനുള്ള ഒരു പക്വത ആർക്ക് ലഭിച്ചിട്ടില്ല ഉമേർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടില്ല. ആ പ്രായവും പക്വതയൊന്നും ആർക്ക് ലഭിച്ചില്ല കുട്ടിയാണ് ആര് ഉമേർ റളിയല്ലാഹു അൻഹു. അപ്പൊ കുല്ലുദാലിക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അങ്ങനെ വയസ്സ് എത്തിച്ചിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയാണെന്ന് എന്നെ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുല്ലുദാലിക കാര്യങ്ങളൊക്കെ ഉമേർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ എന്ത് ചെയ്യുന്നു ഭാരമായി വന്നു. മനസ്സിലായോ? സഖുല ഭാരമായി. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി സഖുല ഭാരമായി. ഉമേർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഭാരമായി. വകാന ഖൽബുഹു അദ്ദേഹത്തിന്റെ ഹൃദയമായിരുന്നു സഗീറൻ ചെറുതായിരുന്നു ചെറു നിഷ്കളങ്ക ഹൃദയമായിരുന്നു ചെറിയ ഹൃദയമായിരുന്നു. ഫബക അപ്പോൾ ആര് കരഞ്ഞു ഉമേർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഫലമ്മാ ബകാ ഉമേർ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ ലഖലഹു അദ്ദേഹത്തിനോട് എന്ത് ചെയ്തു ദേഹത്തോട് ഇറക്കാം
ദയ തോന്നുക. റക്കലഹു അദ്ദേഹത്തോട് എന്ത് ചെയ്തു? ദയ തോന്നി. ആർക്ക്? ഖൽബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് അദ്ദേഹത്തോട് ഒരു അനുകമ്പ തോന്നി, ഒരു ദയ തോന്നി. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ കരച്ചിൽ കണ്ടപ്പോൾ പുണ്യ റസൂലിന്റെ ഹൃദയം കഠിനമായില്ല, ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വന്നു, ഒരു ദയ തോന്നി. ആർക്ക്? ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദയ തോന്നി. അങ്ങനെ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു റഫീഖൻ, റഫീഖ സൗമ്യവാനായിരുന്നു. റഫീഖ് മനസ്സിലായോ? റഫീഖ് കൂട്ടുകാരൻ, റഫീഖ് സൗമ്യവാൻ. മനസ്സിലായോ? സൗമ്യവാനായിരുന്നു ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗമ്യമുള്ളവനായിരുന്നു റസൂല്. ഫഅജാസഹു, അപ്പോൾ റഫീഖും കൂട്ടുകാരനും ഇതൊക്കെ ആയപ്പോൾ, നല്ല സ്നേഹവും വാത്സല്യവും പിന്നെ സൗമ്യനും ഒക്കെ ആയപ്പോൾ, റസൂലായപ്പോൾ ഫഅജാസഹു, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അജാസ ഉമൈറ, ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ എന്താക്കി? അനുവദിച്ചു. മനസ്സിലായോ? പെർമിഷൻ നൽകി. ലാ തസ്അലു അൻ ഫറഹി ഉമൈർ, ലാ തസ്അലു, നിങ്ങൾ ചോദിക്കരുത്, ലാ തസ്അലു, നിങ്ങൾ ചോദിക്കരുത് എന്തിനെ കുറിച്ച്? അൻ ഫറഹി ഉമൈർ, ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. വസുറൂരിഹി, അദ്ദേഹത്തിന്റെ ആനന്ദത്തെ കുറിച്ചും ആഹ്ലാദത്തെ കുറിച്ചും നിങ്ങൾ ചോദിക്കരുത്. എപ്പോൾ? യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമാണോ? അല്ല. ലമ്മാ ജാസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ റളിയല്ലാഹു അൻഹുവിന് പെർമിഷൻ നൽകിയപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശവും ആഹ്ലാദവും അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. വകഅന്നമ, അദ്ദേഹം ആയതുപോലെയുണ്ട്. നാലതൽകിറത്തുൽ ജന്ന, തൽകിറത്ത് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ്. മനസ്സിലായോ? അദ്ദേഹം ആയതുപോലെയുണ്ട്. നാലതൽകിറത്തുൽ ജന്ന, സ്വർഗ്ഗത്തിലെ ടിക്കറ്റ് എത്തിച്ചതുപോലെയുണ്ട്. മനസ്സിലായോ? അത്രത്തോളം സന്തോഷവാനായിരുന്നു ആര്? ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ വഖറജ ഉമൈറുൻ മാഅഹി, ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരനായ ആര്? തന്റെ സഹോദരനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പുറപ്പെട്ടു. വഖറജ ഉമൈറുൻ, ഉമൈർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. മാഅഹി, തന്റെ സഹോദരനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പുറപ്പെട്ടു. വമഅൽ മുസ്ലിമീന, മറ്റു മുസ്ലിമീങ്ങളോടൊപ്പം പുറപ്പെട്ടു. വകുല്ലുഹും, അവരെല്ലാവരും, ആ മുസ്ലിങ്ങളെല്ലാവരും, കിബാറുൻ, അവരൊക്കെ വലിയ പ്രായക്കാരാണ്. വഅഖിവിയാഉൻ, അവര് അഖിവിയാഉൻ, ശക്തിയുള്ളവരാണ്. മനസ്സിലായോ? ശക്തന്മാരാണ് ആര്? മറ്റു മുസ്ലിങ്ങൾ, കൂടെയുള്ള മറ്റു മുസ്ലിങ്ങൾ. വകാന, ആയിരുന്നു, കമാ അറാദ, അദ്ദേഹം ഉദ്ദേശിച്ച പോലെയായിരുന്നു സംഭവങ്ങളൊക്കെ നടന്നത്. വഖദ് ഖുതില ഷഹീദൻ ഫിൽ അസ്വതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ബദർ യുദ്ധത്തിൽ വഖദ് ഖുതില, തീർച്ചയായും അദ്ദേഹം കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി. മനസ്സിലായോ? അദ്ദേഹം ഖുതില, രക്തസാക്ഷിയായി. മനസ്സിലായോ? ആര്? ഉമൈർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. ഫിൽ അസ്വതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആ ബദർ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. വസബക കസീറൻ മിന ശുബാനി, ശാബുജം ശുബാൻ. അപ്പൊ വഖദ് സബക കസീറൻ, അധികരിച്ച ആൾക്കാരും എന്ത് ചെയ്തു? മുൻകഴിഞ്ഞു പോയിരിക്കുന്നു. വശുയൂഖി, അഥവാ അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ധാരാളം ആളുകൾ എന്ത് ചെയ്തു? വഫാത്തായിട്ടുണ്ട്. വസബക കസീറൻ, അധികരിച്ച ആൾക്കാരെയും എന്ത് ചെയ്തു? അഥവാ ഇദ്ദേഹത്തിന് ശേഷം. മനസ്സിലായി? വസബക, മുന്നിട്ടു. ആര്? ഉമൈർ റളിയല്ലാഹു അൻഹു മുന്നിട്ടു. ആരെ? കസീറൻ മിന ശുബാനി, യുവാക്കളിൽ നിന്നുള്ള അധിക പേരെയും മുന്നിട്ടു. വശുയൂഖി, വയസ്സന്മാർ, അഥവാ വയസ്സന്മാരായ പ്രായമായ ആൾക്കാർ അല്ലെങ്കിൽ യുവാവായ ആൾക്കാർ, അവരെക്കാളും മുമ്പേ ആര് പോയി? സബക്ക, മുന്നിട്ടു. ആര് രക്തസാക്ഷിയായി? ഉമൈർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. റളിയല്ലാഹു അൻഹു ഉമൈരിൻ, ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അല്ലാഹു തൃപ്തിപ്പെടട്ടെ. അല്ലാഹു ആ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടുത്തട്ടെ. മനസ്സിലായോ? വലിയ തൃപ്തിപ്പെടട്ടെ, തൃപ്തിപ്പെടുത്തട്ടെ. ആരെ? ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തൃപ്തിപ്പെടട്ടെ. മനസ്സിലായോ? തൃപ്തിപ്പെടുത്തട്ടെ. ഒന്നാമത്തെ തൃപ്തിപ്പെടുക, അഥവാ അല്ലാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. അല്ലാഹു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തൃപ്തിപ്പെടുത്തട്ടെ. മനസ്സിലായല്ലോ? അപ്പൊ പാഠഭാഗങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.